നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ദൃശ്യം എന്ന സിനിമ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ധാരാളം ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ ചിത്രം മലയാളികളുടെ ഒരു പ്രിയപ്പെട്ട ചിത്രം തന്നെയാണ്. എന്നാൽ ദൃശ്യം 3 എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് അതിലേറെ വലിയ ട്വിസ്റ്റുകളാണ് നടക്കുന്നത്. ദൃശ്യം 3 മലയാളത്തിന് മുമ്പ് തന്നെ ഹിന്ദി പതിപ്പിൻ്റെ റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ്. ദൃശ്യത്തിൻ്റെ ഓരോ സിനിമകളും ട്വിസ്റ്റുകളുടെ മുകളിൽ കെട്ടിപ്പടുത്ത ചിത്രങ്ങളായിരുന്നു. ദൃശ്യം 1, ദൃശ്യം 2 എന്നിവ. ദൃശ്യം 3യുടെ കാര്യത്തിലും റിലീസിന് മുന്നേ തന്നെ ട്വിസ്റ്റാണ് നടക്കുന്നത്. മലയാളത്തിൽ സിനിമ എത്തുന്ന തീയതിയിൽ ധാരണയാകുന്നതിന് മുമ്പ് തന്നെ ഹിന്ദി പതിപ്പ് തിയേറ്ററിൽ എത്തുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. അജയ് ദേവഗൺ നായകനാകുന്ന ഹിന്ദി പതിപ്പ് ഒക്ടോബർ 2 തിയേറ്ററിൽ എത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ദൃശ്യത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾക്ക് ഹിന്ദിയിൽ വലിയ പ്രശംസ ആരാധകരിൽ നിന്നും ലഭിച്ചിരുന്നു. മലയാളത്തിലാണ് ആദ്യം ചിത്രം എത്തുക എന്ന് സംവിധായകൻ ജിത്തു ജോസഫ് മുൻപ് അറിയിച്ചിരുന്നുവെങ്കിലും റിലീസ് തീയതി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നില്ല. കേരളത്തിൽ റിലീസിംഗ് ഡേറ്റും മറ്റു കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആന്റണി പെരുമ്പാവൂരും ആശീർവാദ് സിനിമാസും തന്നെയാണെന്നും പുറത്തുള്ള റിലീസാണ് പനോരമ സ്റ്റുഡിയോസ് ഏറ്റെടുത്തിരിക്കുന്നതെന്നും റീമേക്ക് റൈറ്റ്സ് നൽകിയിട്ടില്ല എന്നും എന്നാൽ അവർക്ക് ചില റവന്യൂ റൈറ്റ്സ് ലഭിക്കുമെന്നുമാണ് സംവിധായകൻ മുൻപ് പറഞ്ഞത്. ജോർജ് കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും വരവിനായി പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ആദ്യ 2 സിനിമകളിലും ജിത്തു എന്ന സംവിധായകൻ ഒളിപ്പിച്ചു വെച്ച സസ്പെൻസും മാജിക്കും തുടരുമെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. ജോർജ് കുട്ടിയുടെ കുടുംബത്തിൽ എന്താണ് സംഭവിക്കുന്നത്, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് തുടങ്ങിയവയൊക്കെയാണ് ചിത്രത്തിൻ്റെ പ്രമേയമെന്ന് സംവിധായകൻ ജിത്തു ജോസഫ് പറഞ്ഞിരുന്നു. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.